വെള്ളത്തിനടിയിൽ നിന്ന് പെട്ടെന്നൊരു ഐസ്ക്രീം വണ്ടി പൊങ്ങിവന്ന് കടൽ തീരത്തു നിന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ വണ്ടിയുടെ വാതിൽ തുറന്ന് 3 മഞ്ഞുരാക്ഷസന്മാർ പുറത്തിറങ്ങി. അതിലൊരാൾ ഒരു മഞ്ഞു ചക്രമെടുത്ത് മാഫിയ തലവന് നേരെ എറിഞ്ഞു. എന്നാൽ ജാക്ക് വേഗത്തിൽ അദ്ദേഹത്തെ തള്ളിമാറ്റി. ആ മഞ്ഞുചക്രം പിന്നിൽ നിന്ന മറ്റൊരു മനുഷ്യന്റെ മേൽ പതിക്കുകയും നിമിഷനേരം കൊണ്ട് അയാൾ ഒരു മഞ്ഞു പ്രതിമയായി മാറുകയും ചെയ്തു. രാക്ഷസന്മാർ മാഫിയ തലവനെ കൊല്ലാനാണ് വന്നതെന്ന് മനസ്സിലാക്കിയ ആ മൊട്ടത്തലയൻ തന്റെ പങ്കാളിയോട് അദ്ദേഹത്തെ ഒളിപ്പിക്കാൻ പറഞ്ഞു. എന്നാൽ അവർ എവിടെ പോയി ഒളിച്ചാലും മഞ്ഞുരാക്ഷസന്മാർ അവരെ കണ്ടെത്തിക്കൊണ്ടിരുന്നു. അവരെ പകുതിയായി മുറിച്ചാൽ പോലും ഒന്നുമറിയാത്തതുപോലെ ശരീരം വീണ്ടും കൂടിച്ചേരുന്ന അത്രയും കരുത്തരായിരുന്നു അവർ. ജാക്ക് അതിലൊരാളെ ചൂടുള്ള ബാർബിക്യൂ ഗ്രില്ലിലേക്ക് എടുത്തെറിഞ്ഞു. അത് ഉരുകിപ്പോകുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. പക്ഷേ ആ രാക്ഷസൻ ജാക്കിനെ നേരെ പൂളിലേക്ക് എറിഞ്ഞു. ഇപ്പോൾ മാഫിയ തലവൻ ഒറ്റയ്ക്കായി. അയാൾക്ക് കരുണയ്ക്കായി യാചിക്കാനേ കഴിഞ്ഞുള്ളൂ. എന്നാൽ മഞ്ഞുരാക്ഷസൻ തന്റെ മഞ്ഞുകത്തി കൊണ്ട് അയാളെ ഒന്ന് സ്പർശിച്ചു. ഉടൻ തന്നെ അദ്ദേഹം ഒരു മഞ്ഞു പ്രതിമയായി മാറി. അതേസമയം മറ്റൊരു മഞ്ഞുരാക്ഷസൻ പൂളിൽ ജാക്കിനെ പിന്തുടരുന്നുണ്ടായിരുന്നു. അത് തന്റെ കത്തി വെള്ളത്തിലേക്ക് കുത്തിയിറക്കി ചുറ്റുമുള്ളതെല്ലാം മരവിപ്പിച്ചു. ജാക്ക് പരമാവധി വേഗത്തിൽ നീന്തി പുറത്തുകടക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ കാൽ ഐസിനുള്ളിൽ കുടുങ്ങിപ്പോയി. രാക്ഷസൻ അവനെ വകവരുത്താൻ ഒരുങ്ങിയ നേരം ജാക്കിന്റെ പങ്കാളി അതിന്റെ ക്യാരറ്റ് മൂക്ക് പിടിച്ച് വലിച്ചെടുത്തു. അപ്പോൾ തന്നെ രാക്ഷസന്മാർ അലിഞ്ഞുപോയി. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.